ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന രണ്ട് കുഞ്ഞു കാര്യങ്ങളാണ്. അതായത് കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ടതും സാധാരണ പലിശയുമായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ PSC പരീക്ഷകൾക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പുകളാണ്. എന്ന് പറഞ്ഞാൽ സംഭവം സാധാരണ പലിശയിലും കൂട്ടുപലിശയിലും എന്താണ് ഒരേ മോഡലിൽ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. പക്ഷേ ഒരു ചോദ്യം എന്തായിരിക്കും? അത് കൂട്ടുപലിശയായിരിക്കും. രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും? സാധാരണ പലിശയായിരിക്കും. അപ്പോൾ ഒരേ ടൈപ്പിലെ ചോദ്യമാണ്. പക്ഷേ കൂട്ടുപലിശ വരുമ്പോൾ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, സാധാരണ പലിശ വരുമ്പോൾ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന രാവിലെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം നോക്കാം. ശരി, അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുന്ന ഒരു തുക 8 വർഷം കൊണ്ട് അതിൻ്റെ 3 ഇരട്ടിയാകും. എത്ര വർഷം കൊണ്ട് അത് അതിൻ്റെ 27 മടങ്ങായി മാറും എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കണേ. കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുന്ന ഒരു തുക 8 വർഷം എടുത്തിട്ട് അത് എത്ര മടങ്ങായിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 മടങ്ങായിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ 3 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും? 8 വർഷം എടുക്കും. അങ്ങനെയാണെങ്കിൽ അത് 27 മടങ്ങായി മാറാൻ, 27 മടങ്ങായിട്ട് മാറാൻ എത്ര വർഷം എടുക്കുമെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ തന്നിട്ടുള്ള ചോദ്യത്തിനെ ഇങ്ങനെ അങ്ങ് മാറ്റി എഴുതുകയാണേ. തന്നിട്ടുള്ള ചോദ്യത്തിനെ മാറ്റി എഴുതുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറയാം: കൂട്ടുപലിശ പ്രകാരം, അപ്പോൾ മറന്നു പോരുത്, ഇതെന്താണ്? കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ പ്രകാരം ഒരു തുക 8 വർഷം കൊണ്ട് 3 മടങ്ങാകുന്നു. 3 ഇരട്ടി, അതായത് 3 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 8 വർഷം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ, 3 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും? 8 വർഷം വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് ഇത് 27 മടങ്ങാകുമെന്നാണ്. 27 മടങ്ങാകാൻ ഇത് എത്ര വർഷം എടുക്കുമെന്നാണ് ചോദ്യം. 27 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണം. 3 മടങ്ങാകാൻ 8 വർഷം വേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ 27 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദ്യം. നമ്മൾ ചെയ്യുന്ന പരിപാടി, ഈ ചോദിച്ചിട്ടുള്ള 27നെ മേളിൽ പറഞ്ഞിരിക്കണ 3ൻ്റെ പവറിൽ അങ്ങ് പറയും. അപ്പോൾ ഒന്നും കൂടെ, ചോദിച്ചിട്ടുള്ള 27 എന്ത് ചെയ്യുന്നു? 3ൻ്റെ, അല്ലെങ്കിൽ 3 മടങ്ങെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, 3ൻ്റെ പവർ. അങ്ങനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ 3ൻ്റെ പവറിൽ ആരെ പറയും? 27നെ പറയും. അപ്പോൾ ഒന്നും കൂടെ, 27നെ 3ൻ്റെ പവറിൽ പറയും. 3ൻ്റെ പവറിൽ 27നെ പറയുമ്പോൾ 3ൻ്റെ ക്യൂബാണെന്ത്? 27 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പറയാം 27 എന്ന് പറഞ്ഞാൽ അത് 3 ക്യൂബാണ്. 3 ക്യൂബാണ്. അപ്പോൾ ഒന്നും കൂടെ, 3 മടങ്ങാകാൻ 8 വർഷം, 27 മടങ്ങാകാൻ എത്ര വർഷം? മേളിൽ 3 മടങ്ങല്ലേ. അപ്പോൾ താഴെ ചോദിച്ചിരിക്കണ 27നെ മേളിൽ പറഞ്ഞിരിക്കണം 3ൻ്റെ പവറായിട്ട് പറയണം. 3ൻ്റെ പവറായിട്ട് പറയുമ്പോൾ 3ൻ്റെ ക്യൂബാണെന്ത്? 27 എന്ന് പറയുന്നത്. കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള വർഷവും പവറിൽ വരുന്ന നമ്പറും തമ്മിൽ ഗുണിച്ചങ്ങ് പറയും, ആൻസറായി. അപ്പോൾ ഒന്നും കൂടെ, തന്നിട്ടുള്ള വർഷവും പവറിൽ വരുന്ന നമ്പറും തമ്മിൽ ഗുണിച്ച് പറയും. അതായത് 3 × 8 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായി എത്രാന്ന് കിട്ടും? 24 വർഷം സെറ്റ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ആൻസർ കിട്ടി. 24 വർഷം കൊണ്ടായിരിക്കും അത് എത്ര മടങ്ങായിട്ട് മാറുക? 27 മടങ്ങായിട്ട് മാറുക. ഒന്നും കൂടെ സിമ്പിളായിട്ട് നമുക്കൊന്ന് പറഞ്ഞു വരാം. തന്നിട്ടുള്ള ചോദ്യം എന്തായിരുന്നു? 3 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വന്നു? 8 വർഷം വേണ്ടി വന്നു. 3 മടങ്ങാകാൻ 8 വർഷം. നമ്മുടെ ചോദ്യം 27 മടങ്ങാകാൻ എത്ര വർഷം? ചെയ്യുന്ന പരിപാടി, മേളിൽ പറഞ്ഞിരിക്കുന്ന 3ൻ്റെ പവറായിട്ട് ആരെ പറയണം? 27നെ പറയണം. 27 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ക്യൂബാണ്. 3ൻ്റെ ക്യൂബ്. പവറിൽ വരുന്ന 3ഉം തന്നിട്ടുള്ള വർഷവും തമ്മിൽ ഗുണിച്ചാൽ മതി, ആൻസറായി. പവറിൽ വരുന്ന 3ഉം തന്നിട്ടുള്ള വർഷവും 3 × 8, നമ്മുടെ ആൻസർ 24 വർഷം എടുത്തിട്ട് അത് എത്ര മടങ്ങായിട്ട് മാറും? 27 മടങ്ങായിട്ട് മാറും. സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇങ്ങനെയാണ്: കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുന്ന ഒരു തുക 7 വർഷം കൊണ്ട് അതിൻ്റെ 3 ഇരട്ടിയാകുന്നു. 7 വർഷം കൊണ്ട് അത് 3 ഇരട്ടിയാകുന്നു. അങ്ങനെയാണെങ്കിൽ 81 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദ്യം. 81 മടങ്ങായിട്ട് മാറാൻ എത്ര വർഷം എടുക്കും? സിമ്പിളായിട്ട് പലർക്കും ഇത് മനസ്സിൽ കിട്ടിക്കാണും, അല്ല ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ പിടിച്ചു. എങ്കിലും പറഞ്ഞു വരാം. കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുന്ന തുക 7 വർഷം കൊണ്ട് എത്ര മടങ്ങാകും? 3 മടങ്ങ്, അല്ലെങ്കിൽ 3 മടങ്ങ്, അല്ലെങ്കിൽ 3 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും? 7 വർഷം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മടങ്ങാകാൻ 7 വർഷം.
നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 81 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ്. 81 മടങ്ങാകാൻ എത്ര വർഷം? പറ. മേളിൽ പറഞ്ഞിരിക്കണം 3ൻ്റെ പവറിൽ അല്ലേ, ഇവിടെ 3 മടങ്ങിൻ്റെ കാര്യമല്ലേ. ഇനി ഇൻ കേസ് ഇവിടെ 2 മടങ്ങെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 2ൻ്റെ പവറായിട്ട് പറയുന്നു. ഇൻ കേസ് ഇവിടെ ഒരു 4 മടങ്ങെന്ന് പറഞ്ഞെങ്കിൽ താഴെ ചോദിച്ചിരിക്കണം അതിനെ 4ൻ്റെ പവറിൽ പറയും. ഇവിടെ ഒരു 5 മടങ്ങ് തന്നിട്ട് താഴെ ചോദിക്കണം എന്തേ ചോദിക്കുള്ളൂ? 5ൻ്റെ പവറായിട്ട് താഴെയുള്ളതിനെ നമ്മളങ്ങ് എഴുതും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 3 മടങ്ങാകാൻ 7 വർഷം. 81 ആരുടെ പവറിൽ പറയണം? 3ൻ്റെ പവറിൽ പറയണം. 81 എന്ന് പറഞ്ഞാൽ 3 എത്രയാണ്? 3 എന്ന് പറഞ്ഞാൽ 3, 3 എന്ന് പറഞ്ഞാൽ 9, 3 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേയുള്ള ചോദ്യം 27, 3 എന്ത്? 81. അപ്പോൾ 81 എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? തന്നിട്ടുള്ള പവറിൽ വരുന്ന നമ്പറും തന്നിട്ടുള്ള വർഷവും തമ്മിൽ ഗുണിച്ച് പറയും. പവറിൽ വരുന്ന നമ്പറും തന്നിട്ടുള്ള വർഷവും 4 × 7 നമ്മുടെ ആൻസർ 28 സെറ്റാണ്. ഓപ്ഷൻ സി 28 എന്ന് പറഞ്ഞിട്ട്. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം ചെയ്യാമോ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. കൂട്ടുപലിശ പ്രകാരം നിക്ഷേപിക്കുന്ന ഒരു തുക 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുന്നു. അതേ പലിശ നിരക്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് അതിൻ്റെ 8 മടങ്ങാകും? പറ. ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കുന്നു? 5 വർഷം എടുക്കുന്നതാണ്. ഇരട്ടിയാകാൻ 5 വർഷം, അതായത് 2 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുന്നു? 5 വർഷം എടുക്കുന്നു. നമ്മുടെ ചോദ്യം 8 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും എടാ എന്നാണ്. 8 മടങ്ങാകാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി മേളിൽ പറഞ്ഞിരിക്കുന്ന 2 മടങ്ങാകാൻ 5 വർഷം, 2 മടങ്ങാകാൻ 5 വർഷം എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം എന്നാണ്. 8 മടങ്ങാകാൻ എത്ര വർഷം എന്നാണ്. ശരി പറ. ഈ പറഞ്ഞിരിക്കുന്ന 2ൻ്റെ പവറിൽ ആരെ പറയണം? 8നെ പറയണം. 2ൻ്റെ പവറിൽ 8നെ പറയുമ്പോൾ 2ൻ്റെ ക്യൂബാണെന്ത്? 8 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നും കൂടെ 2 എന്ന് പറഞ്ഞാൽ 2, 2 എന്ന് പറഞ്ഞാൽ 4, 2 2ൻ്റെ ക്യൂബാണ് 8. അപ്പോൾ ചോദിച്ചിരിക്കുന്ന 8നെ നമുക്ക് തന്നിട്ടുള്ള 2ൻ്റെ പവറിൽ പറയാം. 2ൻ്റെ പവറിൽ പറയുമ്പോൾ 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. കഴിഞ്ഞു. നമ്മുടെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ കിട്ടി. എന്താണ്? പവറിൽ വരുന്ന 3ഉം തന്നിട്ടുള്ള വർഷവും തമ്മിൽ ഗുണിച്ച് പറയാം. പവറിൽ വരുന്ന 3ഉം തന്നിട്ടുള്ള വർഷവും തമ്മിൽ ഗുണിച്ച് പറയാം. 3 × 5 കിട്ടി. നിങ്ങൾക്കും കിട്ടി, എനിക്കും കിട്ടി. 15 വർഷം. ഓപ്ഷൻ സി 15. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുന്ന ഒരു തുക 9 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുന്നു. അതേ പലിശ നിരക്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് അതിൻ്റെ 9 മടങ്ങായി മാറുമെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് പറ. 9 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. അതായത് 2 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുന്നു? 9 വർഷം എടുക്കുന്നു. 2 മടങ്ങാകാൻ 9 വർഷം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് 16 മടങ്ങാകുന്നതാണ്. 16 മടങ്ങ്. തന്നിട്ടുള്ള 2ൻ്റെ പവറിൽ ആരെ പറയണം? ഈ 16നെ പറയണം. 2ൻ്റെ പവറിൽ 16നെ പറയണം. പറ. 2 എന്ന് പറഞ്ഞാൽ 2, 2 എന്ന് പറഞ്ഞാൽ 4, 2 എന്ന് പറഞ്ഞാൽ 8, 2 എന്ത്? 16. കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? പവറിൽ വരുന്ന നമ്പറും തന്നിട്ടുള്ള വർഷവും തമ്മിൽ ഗുണിച്ചങ്ങ് പറഞ്ഞാൽ മതി. നമ്മുടെ ആൻസർ സെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പവറിൽ വരുന്ന നമ്പറായ 4 × തന്നിട്ടുള്ള വർഷമായ 9 കിട്ടി. നമുക്ക് കിട്ടി 36 വർഷം കൊണ്ട് അത് എത്ര മടങ്ങായിട്ട് അങ്ങ് മാറും? 16 മടങ്ങായിട്ട് മാറും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ കൂട്ടുപലിശ രീതിയിൽ ഈ ഒരു മോഡൽ ചോദ്യം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? തന്നിട്ടുള്ള വർഷം ഇത്ര മടങ്ങെന്ന് പറയും. ആ പറഞ്ഞിരിക്കുന്ന മടങ്ങിന് എന്താണ് ചോദിച്ചിട്ടുള്ള വർഷത്തിന് ആ പറഞ്ഞിരിക്കുന്ന മടങ്ങിൻ്റെ പവറായിട്ട് അങ്ങ് പറയുക. പവറിൽ വരുന്ന നമ്പറും തന്നിട്ടുള്ള വർഷവും കൂടെ നമ്മൾ അങ്ങ് ഗുണിച്ച് പറയും. നമുക്ക് സെറ്റായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം നമ്മൾ സാധാരണ പലിശയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ സെയിം ടൈപ്പിലുള്ള ചോദ്യം സാധാരണ പലിശയിൽ എങ്ങനെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യമാണ്. അത് നമുക്ക് ഇതേപോലെ ഷോർട്ടായിട്ട് അങ്ങ് പറയാൻ പറ്റും. ചോദ്യം ഇങ്ങനെയാണ്. ഒരു നിശ്ചിത തുക 5 വർഷത്തിനുള്ളിൽ സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകുന്നു. അതേ നിരക്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് 4 മടങ്ങായി മാറും എന്നാണ്. 4 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ നേരത്തെ കൂട്ടുപലിശ ചോദിച്ച സെയിം ടൈപ്പ് തന്നെ സാധാരണ പലിശയിൽ ചോദിക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ആൻസറിലോട്ട് എത്താമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വരാം. ഒരു നിശ്ചിത തുക 5 വർഷത്തിനുള്ളിൽ സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇരട്ടിയാകുന്നു, അല്ലെങ്കിൽ
2 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുന്നു? 5 വർഷം എടുക്കുന്നു. 2 മടങ്ങാകാൻ 5 വർഷം എടുക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ അതേ നിരക്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് 4 മടങ്ങാകും? അല്ലെങ്കിൽ 4 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ്. 4 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ്. അപ്പോൾ തന്നിട്ടുള്ള ചോദ്യത്തിനെ ഞാൻ മാറ്റി എഴുതി. 2 മടങ്ങാകാൻ 5 വർഷം, 2 മടങ്ങാകാൻ 5 വർഷം, 2 മടങ്ങാകാൻ 5 വർഷം. അങ്ങനെയാണെങ്കിൽ അത് 4 മടങ്ങായിട്ട് മാറാൻ എത്ര വർഷം എടുക്കുമെന്നാണ്. 4 മടങ്ങായിട്ട് മാറാൻ എത്ര വർഷം വേണ്ടി വരുമെന്നാണ് ചോദ്യം. നമ്മളിവിടെ സാധാരണ പലിശയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്, പറഞ്ഞു വരാം. നമ്മൾ ചെയ്യുന്നത് ഈ തന്നിട്ടുള്ള മടങ്ങുകളിൽ ഇവിടെ 2 മടങ്ങുന്നല്ലേ, ഇതിനെ വെട്ടി 1 കുറച്ചങ്ങ് എഴുതും. 1 ഈ 4നെ വെട്ടി 1 കുറച്ച് 3 എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി എന്താണ്? ഈ പറഞ്ഞ 2നെ മാറ്റി അതിൽ നിന്ന് 1 കുറച്ച് ഒന്നായിട്ട് എഴുതി. ഈ 4നെ മാറ്റി അതിൽ നിന്ന് 1 കുറച്ച് 3 എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നതിനെ മേളിൽ എഴുതും, 1 നമ്പർ വരുന്നതിനെ താഴെ എഴുതും. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ തന്നിട്ടുള്ള ചോദ്യം, 2 മടങ്ങാകാൻ 5 വർഷം, 4 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ്. ഈ തന്നിട്ടുള്ള 2നെ വെട്ടി 1 കുറച്ച് എഴുതി 1. ഇനി ഈ 4നെ മാറ്റി 1 കുറച്ച് എഴുതി 3. ഇനി എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അങ്ങോട്ടും ക്രോസ് ചെയ്യും, ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നതിനെ മേളിൽ എഴുതും, 1 നമ്പർ വരുന്നതിനെ താഴെ എഴുതും. 2 നമ്പർ ഈ ക്രോസിലല്ലേ, ഈ ക്രോസിലല്ലേ, അതായത് 3 × 5 മേളിലും എഴുതി, ഒറ്റയ്ക്ക് നിൽക്കുന്ന 1നെ പിടിച്ച് താഴെ എഴുതി. 3 × 5 നമുക്ക് കിട്ടി 15 വർഷം. അതായത് അത് 4 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വരും? ഓപ്ഷൻ ബി 15 വർഷം എന്ന് പറയാം. 15 വർഷം. കണ്ടോ? ഈ ചോദ്യം നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ, കൂട്ടുപലിശയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഓർമ്മയുണ്ട്. അത് സാധാരണ പലിശയിൽ വന്നപ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു നിശ്ചിത തുക 20 വർഷത്തിനുള്ളിൽ ലളിതമായ പലിശ നിരക്കിൽ അതിൻ്റെ 3 ഇരട്ടിയായി മാറുന്നു. ലളിതമായ പലിശ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ പലിശ എന്നാണ്. അതേ നിരക്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് ഇരട്ടിയാകുന്നു എന്നതാണ് ചോദ്യം. ശരി, അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വരാം. ഒരു നിശ്ചിത തുക 20 വർഷത്തിനുള്ളിൽ സാധാരണ പലിശ പ്രകാരം അതിൻ്റെ 3 ഇരട്ടിയായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ 3 മടങ്ങാകാൻ, 3 ഇരട്ടിയാകാൻ എത്ര വർഷം വേണ്ടി വന്നു? 20 വർഷം എടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ നിരക്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് ഇരട്ടിയാകുന്നു എന്നാണ്. ഇരട്ടിയാകാൻ അല്ലെങ്കിൽ 2 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ്. 2 മടങ്ങാകാൻ എത്ര വർഷം എടുക്കുമെന്നാണ് ചെയ്യുന്ന പരിപാടി. തന്നിട്ടുള്ളതിനെ ഇതിനെ നമ്മൾ 1 കുറച്ചങ്ങ് എഴുതുന്നു. ഇവിടെ 2 ഇവിടെ നമ്മൾ എന്തെന്നും എഴുതും? 1 പറഞ്ഞ് എഴുതും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 3 മടങ്ങാകാൻ 20 വർഷം, 2 മടങ്ങാകാൻ എത്ര? നമ്മൾ വെട്ടി ഓരോന്ന് വിധം കുറച്ച് എഴുതി. 3നെ വെട്ടി 2 ആക്കി, 2നെ വെട്ടി 1 ആക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നതിന് മേളിൽ, ഇവിടെ അല്ലേ ഈ ക്രോസിലല്ലേ 2 നമ്പർ, 1 × 20 മേളിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന 2നെ പിടിച്ച് താഴെ. 2ൽ 2 ഒരു പ്രാവശ്യം, ഇവിടെ 10. നമുക്ക് പറയാം ഇരട്ടിയാകാൻ, 2 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വന്നു? 10 വർഷം വേണ്ടി വന്നു. 10 വർഷം വേണ്ടി വന്നു. ഹാൻഡിൽ ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ? എങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ഹാൻഡിൽ ചെയ്യുന്നുള്ളത്? കൂട്ടുപലിശ ഓർമ്മ വേണം, സാധാരണ പലിശ ഓർമ്മ വേണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു നിശ്ചിത തുക 12 വർഷത്തിനുള്ളിൽ ലളിതമായ പലിശ നിരക്കിൽ അതിൻ്റെ 3 ഇരട്ടിയായി മാറുന്നു. അതേ നിരക്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് ഇരട്ടിയാകുന്നു എന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 3 ഇരട്ടിയാകാൻ എത്ര വർഷം വേണ്ടി വന്നു? 12 വർഷം. 3 മടങ്ങാകാൻ 12 വർഷം വേണ്ടി വന്നു. 3 മടങ്ങാകാൻ 12 വർഷം. അതേ നിരക്കിൽ എത്ര വർഷത്തിനുള്ളിൽ അത് ഇരട്ടിയാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇരട്ടിയാകാൻ എത്ര വർഷം വേണ്ടി വരുമെന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നും കൂടെ, 3 മടങ്ങാകാൻ 12 വർഷം. 3 മടങ്ങാകാൻ 12 വർഷം. അങ്ങനെയാണെങ്കിൽ ഇരട്ടിയാകാൻ എത്ര വർഷം? ചെയ്യുന്ന പരിപാടി, ഓരോന്ന് വീതം കുറച്ച് എഴുതുന്നു. ഇവിടെ നിന്ന് ഓരോന്ന് വീതം കുറച്ച് എഴുതുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ, ഇവിടെ അല്ലേ 2 നമ്പർ, അതേ 1 × 12 മേളിലും എഴുതി, ഒറ്റയ്ക്ക് നിൽക്കുന്ന 2 പിടിച്ച് താഴെ എഴുതി. 2ൽ 2 ഒരു പ്രാവശ്യം, ഇവിടെ 6 പ്രാവശ്യം. നമുക്ക് കിട്ടി 6 വർഷം. 6 വർഷം. ഓപ്ഷൻ എ 6 വർഷം. അതായത് ചുരുക്കി പറഞ്ഞാൽ അതേ നിരക്കിൽ 6 വർഷം കൊണ്ട് അത് എത്രയായിട്ട് മാറുന്നു? ഇരട്ടിയായിട്ട് മാറുന്നു എന്ന് പറയാം. ഇരട്ടിയായിട്ട് മാറുന്നു എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ശരി, അപ്പോൾ ഈ ഒരു രാവിലെ സമയം നമ്മൾ 2 കുഞ്ഞു കാര്യങ്ങളാണ് പഠിച്ച്. കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈപ്പും സാധാരണ പലിശയായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈപ്പും. രണ്ടും ഒരേ ടൈപ്പുകളാണ്. ഒരെണ്ണം കൂട്ടുപലിശയിൽ ചോദിക്കുന്നു, മറ്റത് എന്തിൽ ചോദിക്കുന്നു? സാധാരണ പലിശ ചോദിക്കുന്നു. ഓക്കെ അല്ലേ? ഈ 2 കാര്യങ്ങളും സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.